സാങ്കേതിക വിദ്യയിൽ മലക്കം മറിഞ്ഞ കൂടുതൽ CPM നേതാക്കൾ. സാങ്കേതിക വിദ്യ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് EP ജയരാജൻ. മനുഷ്യന്റെ കഴിവാണ് സാങ്കേതിക വിദ്യ, ജനതാൽപര്യം സംരക്ഷിക്കാൻ അത് ഉപയോഗിക്കണമെന്നും EP. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സാങ്കേതിക വിദ്യയിൽ നിലപാട് മാറ്റിയതിന് പിന്നാലെയായിരുന്നു EP ജയരാജനും സാങ്കേതിക വിദ്യയെ പിന്തുണച്ച് രംഗത്ത് വന്നത്. എല്ലാറ്റിലും മാറ്റം സംഭവിക്കുന്നു. മനുഷ്യരിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം ബുദ്ധിപരമായ വളർച്ചയും വികാസവുമാണ്. അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ബുദ്ധിപരമായ വളർച്ചയിൽ മനുഷ്യർ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ മനുഷ്യന്റെ കഴിവാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതിനെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ഈ AI കാലഘട്ടത്തിൽ ശാസ്ത്രങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടത് ഇവിടെ ജനങ്ങളുടെ താല്പര്യ സംരക്ഷണത്തിനാണ്. തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷം ശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ ജനനന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക, ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള കടുത്ത ശ്രമങ്ങളിലാണ് ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മിഥുൻ പിള്ള ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, കഴിഞ്ഞ ദിവസം മൂന്നാമത്തെ തവണയാണ് AI-യിൽ MV ഗോവിന്ദൻ നിലപാട് മാറ്റുന്നത്. ആദ്യം തൊഴിലില്ലായ്മ ഉണ്ടാക്കും AI എന്ന് പറഞ്ഞ MV ഗോവിന്ദൻ അതിൽ ചെറിയ ഒരു തിരുത്തൽ നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം. അതിനുശേഷം ഏറ്റവും പുതുതായി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത് AI പ്രകീർത്തിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ സാധ്യതകൾ മുന്നിലേക്ക് വയ്ക്കുന്നു എന്ന തരത്തിലേക്കാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതിന് പിന്നാലെ ഇപ്പോൾ CPM നേതാക്കളെല്ലാം AI പ്രകീർത്തിച്ച്, അല്ലെങ്കിൽ AI സാങ്കേതിക മികവിന്റെ മറ്റൊരു മുഖമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലേക്ക് നിലപാട് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്, അല്ലേ? തീർച്ചയായും ദേവിക, CPM-നുള്ളിൽ തന്നെ AI-യുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ആദ്യം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തൊഴിലില്ലായ്മ ഉണ്ടാക്കുമെന്നാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. പിന്നീട് അദ്ദേഹം തന്നെ ഇത് തിരുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ EP ജയരാജന്റെ പ്രസ്താവനയിലൂടെ AI സാങ്കേതിക വിദ്യയെ പിന്തുണച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. CPM-കാർ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി. കാരണം മുൻകാലങ്ങളിൽ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം കണ്ടതാണ്. പിന്നീട് കാലങ്ങൾക്ക് ശേഷം അത് പണ്ടെടുത്ത നിലപാടുകൾ തിരുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് CPM നേതൃത്വം എത്തുകയും ചെയ്തിട്ടുണ്ട്.